മൂത്തമ്മന്റെ വീട്ടിൽ ചെറിയൊരു കൂടലുണ്ട്. അതിനു വേണ്ടി പോണ മുന്നേ 2 മൈലാഞ്ചി ട്യൂബും ബാഗിലിട്ടിട്ടാണ് പോയത്. അവിടെ കുറച്ച് കൈകളൊക്കെ കിട്ടുമല്ലോ. ആ കൈകളിൽ മൈലാഞ്ചി ഇട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഉപകരിക്കല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അവിടെ ഞാൻ ചോദിക്കാൻ കാത്തിക്കേനെ ഒരു കസിന് കൈ നീട്ടി തരാനെ. അവള് സിമ്പിളായിട്ടുള്ള റെഫറൻസ് ഒക്കെ കാണിച്ചാൽ ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തപ്പോഴാണ് അതിൻ്റെ പേസ്റ്റ് അത്ര കണ്ട് ഫ്ലോയിലല്ല വരുന്നത്, കുറച്ച് ഡ്രൈ ആയിട്ടാണ് വരുന്നത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫ്ലോയിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ ഡിസൈൻസിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡിസൈൻസിലും അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന കോണിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ഡിസൈൻസ് ഉണ്ടാവുക. പിന്നെ കുട്ടി ഫാൻസൊക്കെ എനിക്ക് ഇട്ട് തരി എന്നൊക്കെ പറഞ്ഞാൽ അതിന് ചുറ്റിലും കൂടി ഓരോരുത്തർക്ക് ഞാൻ ഇട്ട് കൊടുത്ത്. ഈ പേര് വായിക്കാൻ പറ്റണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ബോയ് ആയതുകൊണ്ട് തന്നെ ഡിസൈൻസിന് പകരം ഞാൻ പേരാണ് എഴുതി കൊടുത്തത്. ഇയാൾക്കാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. അയാൾ അടുത്ത കൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇടയിൽ കൈ മലർത്തി പിടിച്ചപ്പോൾ കാലുമ തട്ടി ഒന്നാകെ പരന്നു പോയി. പിന്നെ കുട്ടിക്കുരുന്നുകളൊക്കെ ഞാൻ ഓരോ ഭാഗത്തേക്ക് അയച്ചതിൻ്റെ ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയാണത്. മുറ്റത്ത് ഒരു പടയണ മീൻ കിടക്കണേ. അങ്ങനെ ആ മീനിനെ തലക്ക് പിടിച്ചാണ്ട് ബക്കറ്റിൽ ഇടാൻ ഇപ്പൻ്റെ ഓർഡർ വന്ന് അങ്ങനെ ഞാൻ അതുപോലെ ചെയ്യാണ്. ബക്കറ്റ് പോയി തുറന്നു നോക്കിയപ്പോൾ അതിൽ വലുതും ചെറുതായിട്ടുള്ള കുറച്ച് മീനുകളുണ്ട്. ഇതൊക്കെ ഇപ്പയും കസീനൊക്കെ ചൂണ്ടലിട്ട് പിടിച്ചതാണ്. മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 അടി മുന്നോട്ട് നടന്നാൽ കുളം എത്തിട്ടോ. അത്ര അടുത്താണ്, മുന്നിൽ തന്നെയാണ് ഉള്ളത് കുളം. ഇപ്പൊ പിടിച്ചത് വലിയൊരു മീനായിരുന്നു കേട്ടോ. ചെറിയ മീനുകളും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ മീനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അവർക്ക് നല്ല ഹരാണ് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാല്. അങ്ങനെ അവരുടെ മെയിൻ ഉദ്ദേശം മീൻപിടുത്തായിരുന്നു. അങ്ങനെ ഇന്നെല്ലാവരും കൂടി ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടുകൊടുത്ത്. പക്ഷെ അത്ര കണ്ടത് സക്സസ് ആയില്ല. അപ്പോൾ അടുത്ത വീഡിയോസായി കാണാം. ബൈ.